നമുക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കൂടിക്കാഴ്ച, അതായത് രണ്ട് അയൽ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പൊ ഈ മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ ചർച്ചയാകും? അതൊരു പ്രഭാത ഭക്ഷണത്തിൽ ഒതുങ്ങുമോ, അതേപോലെ മുല്ലപ്പെരിയാർ പോലെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഉറപ്പുവരുത്താനുണ്ട്. പറഞ്ഞിരുന്നത് പിണറായി വിജയൻ MK സ്റ്റാലിൻ കൂടിക്കാഴ്ചയെ കുറിച്ചാണ്. അപ്പോൾ ഇരു മുഖ്യമന്ത്രിമാരും ലേക്ക് റിസോർട്ടിലേക്ക് എത്തും കൂടിക്കാഴ്ചയ്ക്കായി. അപ്പോൾ ഈ വിഷയങ്ങൾ, കാവേരി വിഷയമുണ്ട്, മുല്ലപ്പെരിയാർ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചർച്ചയാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു നല്ല ദിനമാവട്ടെ എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ഈ പറയുന്ന കുറെ തർക്ക വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം, ഒന്ന് കാവേരി വെള്ളപ്രശ്നം, മറ്റൊന്ന് മുല്ലപ്പെരിയാർ വിഷയം. അതെ അതെ അതെ. അപ്പൊ അതിലൊരു പരിഹാരമൊക്കെ ഉണ്ടാകുമോ? എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചർച്ചയാകും? മറ്റു കാര്യപരിപാടികൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് പ്രജ്ന ആൻഡ് ക്രിസ്റ്റീന. എന്തായാലും രണ്ട് മുഖ്യമന്ത്രിമാരും ഇപ്പോൾ കുമരകം ലേക്ക് റിസോർട്ടിൽ ഉണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിയത്. ഉച്ചയോടുകൂടി സ്റ്റാലിനും എത്തിയിരുന്നു. എന്തായാലും ആ സമയത്ത് രാത്രിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കൊന്നും രണ്ടുപേരും മുതിർന്നില്ല. രണ്ടുപേരും അവരവരുടെ റൂമുകളിലേക്ക് പോയി കിടന്നുറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ പ്രഭാത ഭക്ഷണം ഒന്നിച്ചാണ് ഇരുവരും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചർച്ചകൾ നടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അറിയാവുന്നതുപോലെ തന്നെ മുല്ലപ്പെരിയാറും കാവേരി വിഷയവുമൊക്കെ ഇങ്ങനെ സജീവ ചർച്ചയായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് ഇരുവരും കടന്നിരിക്കും. ഒരുപക്ഷെ ഒരു ഔദ്യോഗിക ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു അനൗദ്യോഗിക ഒരു സൗഹൃദ സംഭാഷണം നടക്കാനുള്ള സാധ്യതയാണ്, ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഔദ്യോഗിക സ്വഭാവത്തിലേക്കുള്ള ഒരു ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിലേക്കല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് ഈ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇരുവരും ഇരുന്ന് സംസാരിക്കും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അറ്റകുറ്റപ്പണി നടത്താൻ വന്ന തമിഴ്നാട് സംഘത്തെ തടഞ്ഞു എന്നുള്ള ഒരു വിഷയമൊക്കെ വന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് സ്റ്റാലിൻ നിയമസഭയിൽ തന്നെ ഇക്കാര്യം പറയുന്നു. ഈ വിഷയം കേരള സർക്കാരുമായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും, പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ നമ്മളും കാണുന്നത്. ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അല്ലെങ്കിൽ ഈ സൗഹൃദ സംഭാഷണത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചർച്ച മാറ്റിവെച്ചാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ടുള്ള തന്തൈ പെരിയാർ സ്മാരകത്തിൻ്റെ നവീകരിച്ച സ്മാരകത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതിനുവേണ്ടിയാണ് ഈ ഇരു നേതാക്കളും ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് അത് നടത്തുന്നത്. തമിഴ്നാട് സർക്കാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവരുടെ ഈ വൈക്കം കവലയിലുള്ള ആ ഒരു സ്ഥലത്ത് പെരിയാറിൻ്റെ ഒരു വലിയ സ്മാരകമുണ്ട്, അത് നവീകരിച്ചു. അവിടെ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചു, ഒപ്പം തന്നെ ഒരു മ്യൂസിയമുണ്ട്. അങ്ങനെ വിപുലമായ ഈ ഒരു ശതാബ്ദി വർഷത്തിൽ വൈക്കം സത്യാഗ്രഹം എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട് ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി അത് ഉദ്ഘാടനത്തിലേക്ക് പോകുന്നത്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ടോബി പറഞ്ഞതുപോലെ ഇതൊരു അനൗപചാരിക ചർച്ചയാണ്. പക്ഷേ പല ഔദ്യോഗിക തീരുമാനങ്ങളുടെയും പിന്നിൽ പല അനൗപചാരിക ചർച്ചകൾ, ചിലപ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ സൗഹൃദത്തോടെ, ഇരുവരും സൗഹൃദമുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊക്കെ മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പോസിറ്റീവായ സമീപനം നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അതെ, എന്തായാലും തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. അതിന് പങ്കെടുക്കാനാണ് MK സ്റ്റാലിൻ ഇങ്ങോട്ട് എത്തിയത്. പക്ഷെ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക് നടക്കട്ടെ, സംഭവിക്കട്ടെ.